ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ആത്മീയ അനുഭവങ്ങളുടെ ഒരു പുഷ്കലകാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ജീവദായകമായ കഷ്ടാനുഭവത്തിലേക്കും പ്രത്യാശാനിർഭരമായ പുനരുത്ഥാനത്തിലേക്കും നമ്മെ നയിക്കുന്ന വലിയ നോമ്പിലേക്ക് പ്രാർത്ഥനാപൂർവം നാം പ്രവേശിക്കുന്നു. ഈ കാലഘട്ടം തിരുവചനത്തോടുള്ള നമ്മുടെ ബന്ധവും ആഴവും വർദ്ധിപ്പിക്കുന്നതിന് ദൂത് എന്ന ഒരു വചന മനന വിചിന്തന പദ്ധതി ആവിഷ്കരിക്കുകയാണ്. അതിനെല്ലാവിധമായ നന്മകളും ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുങ്ങാം. നോമ്പിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനകളും വേർതിരിച്ചുള്ള ജീവിതവും ആരംഭിക്കുന്നത് കാനാവിലെ കല്യാണത്തിൽ സാധാരണമായ വെള്ളത്തെ മേത്തരമായി വീഞ്ഞാക്കി മാറ്റിയ ആ അനുഭവം വിവരിച്ചുകൊണ്ടാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവും ശിഷ്യന്മാരും അമ്മയും ഉണ്ടായിരുന്ന ഒരു ഭവനത്തിൽ ആഘോഷവേള, ആനന്ദവേള, അത് സങ്കടത്തിൻ്റെയും വിഷമത്തിൻ്റെയും വിഷമതയുടെയുമായി മാറിയപ്പോൾ യേശുവിൻ്റെ അമ്മയിൽ നിന്ന് ആരംഭിച്ച് അവരുടെ ആവശ്യം കർത്താവിൻ്റെ സന്നിധിയിലെത്തി. അവിടെ ഉണ്ടായിരുന്ന പരിചാരകരുടെ സഹകരണത്തോടെ അത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം സാധിച്ചു. അത് നമുക്ക് നൽകുന്നത് കൂട്ടായ പരിശ്രമവും കൂട്ടായ മധ്യസ്ഥതയും കൂട്ടായ ഒരു കാര്യത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയുള്ള പരിശ്രമവും വിജയപാതയും നമ്മളെ എത്തിക്കും. നോമ്പുകാലത്ത് ഒറ്റപ്പെട്ട് അകന്നു പോകുന്ന ജീവിതങ്ങൾ ഒന്നിച്ചു ചേർന്ന് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, ശിഷ്യന്മാരുടെയും പരിചാരകരുടെയും അവരുടെ പരിചരണത്തിൽ നാം ആകുമ്പോൾ നമ്മുടെ എല്ലാ വിഷമഘട്ടങ്ങളെയും ദൈവം മാറ്റി ആ ലക്ഷ്യത്തിൽ നമ്മളെ എത്തിക്കും. രണ്ടാമത് ഒരു കാര്യം, വീഞ്ഞ് മേൽത്തരമായി അവിടെ പരിപോഷിപ്പിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ മഹത്വം യേശുദമ്പുരാന് ലഭിക്കുകയും മാനം മണവാളന് ലഭിക്കുകയും ചെയ്തു. ആ വീടിൻ്റെ പരിതാപാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് യേശുദമ്പുരാൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത്. സാധാരണമായി നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മേൽത്തരമായ വീഞ്ഞ് അവസാന പന്തിക്കും വിളമ്പിയപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചു. അത് മണവാളന് വലിയ ശ്രേഷ്ഠത നൽകി. അപമാനത്തിലേക്ക് പോകാമായിരുന്ന, സന്താപത്തിലേക്ക് പോകാമായിരുന്ന ഒരു ഭവനത്തിൻ്റെ അവസ്ഥ യേശുദമ്പുരാൻ ഇടപെട്ട് ദൈവനാമ മഹത്വത്തിനായി ചെയ്തപ്പോൾ അതിൻ്റെ മഹത്വം ദൈവത്തിന് തന്നെ പോയി. എന്നാൽ അതിൻ്റെ അഭിമാനം, അത് മനുഷ്യരുടെ ഇടയിലുള്ളതാണ്. മാനം അത് മണവാളന് ലഭിച്ചു. ആധുനിക കാലഘട്ടത്തിൽ കർത്താവ് മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ആത്മനൽവരങ്ങൾ, കൃപാദാനങ്ങളുടെ വിനിയോഗത്തിൽ പലപ്പോഴും ദൈവത്തെയും അത് പ്രയോജനപ്പെടുത്തുന്ന മനുഷ്യരെയും അകറ്റി മാനവും മഹത്വവും അത് പകർന്നു നൽകുന്ന വ്യക്തികൾക്ക് റീപ്ലേസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ നെടുവീർപ്പിടുന്ന അനുഭവങ്ങളിൽ മാത്രം അവനെ പരിപോഷിപ്പിച്ച് ദൈവത്തിന് മഹത്വവും മനുഷ്യർക്ക് ശാന്തിയും സമാധാനവും അഭിമാനം നൽകുന്ന മാതൃകാപരമായ ഒരു അടയാളത്തിൻ്റെ ബാക്കി പത്രമായി നമുക്ക് നോമ്പുകാലത്ത് ഇതിനെ സ്വീകരിക്കാം. മൂന്നാമത്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ ആത്മീയ ആരാധനാ ജീവിതത്തിൽ പുത്തിനെ ഞായറാഴ്ചയിലെ ഈ വേദഭാഗത്തിനും അതിൽ നിന്ന് ഉത്ഭൂതമാകുന്നതായ പരിചിന്തനങ്ങൾക്കും പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. യേശുദമ്പുരാൻ തൻ്റെ അടയാളങ്ങൾ, അത്ഭുതങ്ങളല്ല, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ അടയാളങ്ങളാണ്, മറ്റ് സുവിശേഷങ്ങളിൽ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്ന അടയാളം അതിൽ തന്നെ പൂർണ്ണമാകുന്നതോടൊപ്പം തന്നെ അത് മറ്റ് ഉന്നതമായ അതിശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ്. അടയാളങ്ങളുടെ ആരംഭം പച്ചവെള്ളത്തെ മേത്തരമായി വീഞ്ഞാക്കി മാറ്റി മനുഷ്യരെ സന്തോഷിപ്പിച്ചു എങ്കിൽ ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ, പ്രത്യേകിച്ച് തൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ, തൻ്റെ ശരീരവും രക്തവും ശരീരത്തിൽ നിന്നൊഴുകിയ വെള്ളവും
ഈ ലോകത്തിന് പ്രദാനം ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പായി കല്ലറയിൽ വെച്ച് 4 ദിവസമായി ദുർഗന്ധം വമിക്കുന്ന ലാസറിനെ പേര് ചൊല്ലി വിളിച്ച് അവനെ പുതിയ മനുഷ്യനാക്കി ജീവൻ നൽകുമ്പോൾ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്ന യേശുദമ്പുരാൻ്റെ പ്രഖ്യാപനം അവിടെ സഫലമാവുകയാണ്. ഇത് വെളിച്ചം വീഴ്ചുന്നത് തുടക്കത്തിൽ, നോമ്പിൻ്റെ തുടക്കത്തിൽ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയെങ്കിൽ നോമ്പിൻ്റെ അന്ത്യത്തിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ കുറവുള്ളവരായ, ദുർഗന്ധം വമിക്കുന്നവരായ, പല അരിഷ്ടതകളുമുള്ള, കുറവുകളുള്ളതായ നാം ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നുവെങ്കിൽ, അവൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശുദ്ധ മാമോദിസയിലൂടെ നാം ഏകീഭവിക്കുന്നത് ഒന്ന് പുനർപ്രതിഷ്ഠിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്കും ശ്രേഷ്ഠമായ വ്യക്തിത്വങ്ങളായി മാറാം. മനുഷ്യനെ നല്ല മേത്തനമായി വീഞ്ഞാക്കി മാറ്റുവാൻ, മനുഷ്യൻ്റെ ആനന്ദത്തിന് കാരണമാക്കുവാൻ വേണ്ടിയാണ് സ്വർഗം വിട്ട് ദൈവം മനുഷ്യപുത്രനായി അവതരിച്ചത്. കർത്താവിൻ്റെ രക്ഷാകരമായ ദൗത്യത്തിൻ്റെ ആ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ പ്രാർത്ഥനാപൂർവം തുടക്കം മുതൽ നമുക്ക് ഒരുങ്ങാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആത്മീയ അനുഭവങ്ങൾ നിറഞ്ഞതുമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.